ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു പോട്ട് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ ഒരുപാട് പോട്ട് മേക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പോട്ടാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ചുള്ളിക്കമ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പോട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതിമനോഹരമായിട്ടുള്ള കിടിലൻ പോട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു പോട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ എടുക്കേണ്ടത് കുറച്ച് കമ്പുകളാണ്. അപ്പോൾ കമ്പുകൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാം ഒരേ വലുപ്പത്തിലൊന്നല്ല കേട്ടോ. ഇനിയിപ്പോൾ ഒരേ വലുപ്പത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ കട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഇതുപോലുള്ള പൊട്ടിയിട്ടുള്ള ഒരു പോട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് അളവിലാണോ ഈ ഒരു പോട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത് അതിനാവശ്യമായിട്ടുള്ള പോട്ട് ചൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ഈ പൊട്ടിയ വശമൊക്കെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. പിന്നെ നമ്മൾ ഈ പൊട്ടിയ ഇതെടുക്കുമ്പോൾ, അതായത് ഒരു വശം ഓപ്പൺ ആയിട്ടുള്ള പോട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മുടെ കമ്പ് കൊണ്ടുള്ള പോട്ടാക്കിയതിന് ശേഷം അതിൽ നിന്ന് ഇളക്കിയെടുക്കാനായിട്ട് കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു പോട്ടിനകത്ത് മുഴുവനായിട്ട് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ഓയിലോ അല്ലെങ്കിൽ കരി ഓയിലോ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ മുഴുവനായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മിക്സാണ് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ ഇതിപ്പോൾ മിക്സ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് ഈ ചിരട്ട അളവിലാണ് കേട്ടോ. അപ്പോൾ 3:1 എന്നുള്ള റേഷ്യോയിലാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. അതായത് 3 ചിരട്ട msandന് 1 ചിരട്ട സിമൻറ്റ്, ആ ഒരു റേഷ്യോയിലാണ് എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അധികം വെള്ളവുമല്ല, എന്നാൽ പിന്നെ അധികം ടൈറ്റും അല്ല, ആ ഒരു രീതിയിലാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ പോട്ടിലോട്ട് ഈ ഒരു സിമൻറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് തന്നെ ഇതിൻ്റെ അടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ നമുക്ക് അടിവശം ആ ഒരു തിക്നെസ്സിൽ കിട്ടുള്ളൂ. ഇതുപോലെ നമ്മൾ ഇതിലേക്ക് മിക്സൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മുട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ മിക്സൊക്കെ നല്ല ലെവലായിട്ട് അങ്ങ് നിൽക്കും. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ സൈഡിലൂടെ ആയിട്ട് ഇതുപോലെ കമ്പ് ഒന്ന് ഇറക്കി വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ എല്ലാ കമ്പുകളും നമുക്ക് ഇതുപോലെ ചുറ്റിലുമായിട്ട് ഈ സിമെൻറ്റിലോട്ട് ഇറക്കി വെക്കാം. കമ്പ് നമ്മൾ ഇതുപോലെ ചുറ്റിലും ഇറക്കി വെച്ചതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ എടുത്ത അതേ അളവുണ്ടല്ലോ, അതേ അളവിൽ തന്നെ msandും സിമെൻറ്റും എടുത്തിട്ട് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് തിക്കായിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ കുറച്ച് തിക്കായിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് നമ്മുടെ കമ്പിൻ്റെ അകത്തായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ആ കമ്പിന് മുഴുവനായിട്ട് ആ ഗ്യാപ്പൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മളിത് തേച്ചിട്ട് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചുറ്റിലുമായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം. ഇപ്പോൾ നോക്കി ഇതുപോലെ നമ്മൾ ചുറ്റിലും സിമൻറ്റ് അങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ഹോളിന് വേണ്ടിയിട്ട് ഒരു കമ്പ് ഞാൻ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് ഒരു ദിവസം വരെ നമുക്കൊന്ന് സെറ്റ് ആകാനായിട്ട് വെക്കാം കേട്ടോ. ഒരു ദിവസത്തിന് ശേഷമുള്ള നമ്മുടെ പോട്ടാണ് ഇത്. സിമൻറ്റൊക്കെ ഉണങ്ങി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ സൈഡിൽ ഒട്ടിച്ച സെല്ലോ ടേപ്പ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്കൊന്ന് അഴിച്ച് മാറ്റാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു വശം ഓപ്പൺ ആയിട്ടുള്ള പോട്ടാകുമ്പോൾ നമുക്കിത് ഇളക്കിയെടുക്കാൻ ഈസിയാണെന്ന്. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിപ്പോൾ സൈഡൊന്ന് വലിച്ചു കൊടുക്കുമ്പോൾ അകത്തുള്ള പോട്ട് നല്ലോണം അങ്ങ് ഇളകി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് നേരെ കമിച്ച് വെച്ചതിന് ശേഷം ഈ മുകളിലത്തെ പോട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ വലിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലാണ് നമ്മുടെ ഈ ഒരു ചുള്ളിക്കമ്പ് കൊണ്ടുള്ള പോട്ട് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിലോട്ട്, അതായത് പുറത്തേക്ക് വന്നിട്ടുള്ള ഈ ഒരു സിമൻറ്റ് ഉണ്ടല്ലോ, നമ്മുടെ കമ്പിന് ഗ്യാപ്പിലായിട്ട് വന്നിട്ടുള്ള, അത് നമുക്ക് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതേ കത്തി ഉപയോഗിച്ചിട്ട് അതൊന്ന് തട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സൈഡ് വശമൊക്കെ വരച്ചിട്ട് നമുക്ക് നല്ല ലെവൽ ചെയ്തെടുക്കാം കേട്ടോ. അത് ഇനി
ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഹോൾ ഇടാനായിട്ട് വെച്ചിട്ടുള്ള കമ്പൊന്ന് എടുത്ത് മാറ്റാം. ശേഷം നമുക്കിതിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സൈഡൊക്കെ ലെവലാക്കിയതിന് ശേഷമാണ് നമ്മളിത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ഗോൾഡൻ യെല്ലോ കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളർ ചൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ അടിയിലത്തെ ആ ഒരു ലെയർ ഉണ്ടല്ലോ, അതിന് വേറൊരു കളറാണ് കൊടുക്കുന്നത്. കമ്പിനും അതുപോലെ തന്നെ സൈഡിലും മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു കളർ കൊടുക്കുന്നു. അപ്പോൾ മുഴുവനായിട്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. പെയിൻ്റൊക്കെ അടിച്ച് നമ്മുടെ പോട്ട് ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് ഒരു പ്ലാന്റ് കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പോട്ടാണ്. അതിലോട്ട് നമുക്ക് ഇനി പ്ലാന്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. എളുപ്പത്തിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പോട്ട് ഐഡിയ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കുക കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ പോട്ടാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കിഡിലൻ ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ കൃഷ്ണ അവ്യു എന്നുള്ള ഈ പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ കൂടെ ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.